വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു അറിവും ബോധവും വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പയ്യനെ അടിച്ചു കൊന്ന അമ്മമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ, പണ്ട് തുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് ചിലർ പറയുന്നത് കേട്ടു. ഇവിടെ മയക്കുമരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ശരിയാണ്, സുലഭമായിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ആര് തടയണം? ഗവൺമെൻറ് തടയണം. കുട്ടികളത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആര് തടയണം? കുട്ടികൾക്ക് ചെയ്യരുതെന്ന തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടാവണം. മദ്യം നമ്മുടെ കാലത്ത് സുലഭമല്ലായിരുന്നു. അല്ല, നീ കൊച്ചുനാൾ തൊട്ട് അടിയുണ്ടായിരുന്നു? അല്ല, എനിക്കറിയത്തില്ല. നീ വളരെ കാര്യമായിട്ടൊക്കെ പറയുന്നതായിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ 10ാം ക്ലാസ് തൊട്ട് ചാരാടി തുടങ്ങിയത്. ചാരായവും വാറ്റിയാരായവും മദ്യവും നമുക്ക് സുലഭമായിരുന്നു. സിഗരറ്റും ബീഡിയും നമുക്ക് സുലഭമായിരുന്നില്ലേ? നമുക്ക് എന്തായാലും തടസ്സം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് തെറ്റാണ്, ഇത് അധ്യാപനം അറിഞ്ഞാൽ കുഴപ്പമാണ്. നമ്മൾക്ക് പ്രായത്തിന് മൂത്തൊരു ചേട്ടൻ കണ്ടാൽ അവൻ ചിലപ്പോൾ നമ്മളെ വഴക്കും, അവൻ നമ്മളടുത്ത് ഒരു ബന്ധവും കാണത്തില്ല. ഇനി നമ്മൾ ഏതോ ഒരു അന്യനാട്ടിൽ ചെന്നിട്ട് അവിടെ പോയി നിന്ന് സിഗരറ്റ് വലിച്ചാലും ഒരു പയ്യനാണെന്ന് കണ്ടാലും അവരുടെ അടി വരും. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചുംബന സമരം തൊട്ട് കിസോബല തൊട്ടുള്ള തൊലിഞ്ഞ പരിപാടിയിലും കാണിച്ചുകൊണ്ട് ഇവിടെ ഇടത് സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ ചില തെണ്ടികൾ ഇറങ്ങി ഈ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയാണ്. അപ്പം അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവൻ ബജറംഗി തള്ളോ, അവൻ RSS അവൻ എന്തൊരു തേങ്ങാക്കൊലി ആയിക്കോട്ടെന്നേ, അവനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം അവൻ്റെ ഈ ആക്ടിവിറ്റിയെ ഫാസിസം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ നാരുകളെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു നവബോധമുണ്ടല്ലോ, അതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. ആർക്കും ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി. അധ്യാപനം ചോദിച്ചാൽ കുഴപ്പം, അധ്യാപനം വരെ കേസിന് പോകും. എനിക്കറിയാവുന്നൊരു സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ, പുള്ളി ഒരു ട്യൂട്ടറെ പഠിപ്പിക്കാൻ പോയി, അല്ല ഫ്ലാറ്റിൽ ഈ സ്പെഷ്യൽ ട്യൂഷന് പോയി ജീവിക്കാനുള്ള മാർഗ്ഗമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ കൊച്ചു ഭയങ്കര തരികിട. എന്താ അച്ഛനും അമ്മയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ 2 അടി അവന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞാൽ കേൾക്കത്തേന്നില്ല, നീ 2 അടി കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ 2 അടി കൊടുത്തു. വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് 2 അടി കൊടുത്തത്. ഇവ സ്കൂളിൽ ചെന്നിട്ട് ഇത് ഇവൻ്റെ കാലിലെങ്ങാണ്ട് വെളുത്ത പയ്യനാണ്, അപ്പം പാടുണ്ടായിരുന്നു. ഇത് കാണിച്ചു. സ്കൂളിൽ മറ്റേ ചൈൽഡ് ടീമുകൾ ഇടപെട്ടു. ഈ പാവം പിടിക്കാൻ പോക്സോ കേസിൽ 3 മാസം ചെയ്യില്ല. രക്ഷകർത്താക്കൾക്ക് പോലും അവസാനം പിന്നെ 3 മാസം വരുമാനം എന്തെങ്കിലും ഇന്നക്ക് തരാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർ നിസ്സഹായരായി പോയി. പിന്നെ അവൻ ജീവിതത്തിൽ ആരെങ്കിലും അടിക്കുമോ? ഇവൻ ആരെങ്കിലും കൊന്നാലടിക്കുമോ? മയക്കൊന്നും ചെയ്താൽ അടിക്കും? അടിക്കത്തില്ല. ഇന്ന് കൊച്ചിയിൽ നടന്നൊരു സംഭവം ഞാനിന്ന് രഹസ്യമായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ഒത്തീർപ്പാക്കിയ ഒരു കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ. മയക്കുമരുന്ന് പിടിച്ചപ്പോൾ രക്ഷകർത്താക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥന് 2 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തൊരു കേസ് ഇന്നലെ നടന്ന സംഭവം ഞാനിപ്പോൾ ഇന്ന് അറിയുകയാണ്. പിന്നെ തെളിവ് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ തെളിവില്ല. അത് വിളിച്ചു പറഞ്ഞാൽ വക്കീല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പോലീസുകാർ ഇതിൽ കൂട്ടി നിൽക്കുകയാണ്. ഈ നാടിനെ സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് രഹസ്യമായിട്ട് കാശുള്ള രക്ഷകർത്താക്കളിൽ നിന്ന് കാശും പേടിച്ച് ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ നീതിബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ കൂച്ചുവിലും കിട്ടു വെച്ചേക്കുക കുറേ ആൾക്കാരെ. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ ഇന്നലെ എന്നോട് സംസാരിച്ച IPS ഓഫീസർ പോലും അദ്ദേഹത്തിനെ ചാർജിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്നതിൻ്റെ കാരണവും ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ കർത്തവ്യബോധമുള്ള നീതിബോധമുള്ള സമൂഹത്തിനോട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവരില്ലാതാക്കും. അതാ ഞാൻ പറയാം, ഏറ്റവും വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു അറിവും ബോധവും വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏതാ ചുണ്ണാമ്പ് ഏതാ ആ പുള്ളിക്കും അറിയത്തില്ല, എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്കും അറിയത്തില്ല. അത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ പരിഹസിച്ചല്ലേ, നമുക്കിപ്പോൾ ദേഷ്യം വരുന്നതെന്നേ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ അഫ്വാൻ എന്ന് പറഞ്ഞൊരു കുട്ടീനെ മറ്റേ ഈ അടുത്ത് അവൻ ഇപ്പോൾ ഈ പരീക്ഷ സമ്മതിച്ചല്ലോ, സർക്കാരായാലും. അയ്യോ അതെ ഞാൻ സത്യത്തിൽ പ്രതികരിക്കണമെന്ന് വെച്ച വിഷയം ഒന്ന് ആലോചിച്ചോക്കെ. എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത്. ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്ന അമ്മമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ, പണ്ട് തുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന്. ഇതെന്ത് സിസ്റ്റമാണെന്ന് ഇത്? അപ്പം നാളെ ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരുത്തൻ കൊന്നാൻ വിചാരിക്കണം, ഞങ്ങൾക്കൊന്ന് ഇതല്ലേ ചിന്ത വരുന്നത്? ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പം നമ്മൾക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ കുറേ പേരൊക്കെ മയക്കുമരുന്ന് കേസിൽ സിനിമാക്കാരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ്. അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ്, അവർ വീണ്ടും സ്റ്റാറുകളാവുകയാണ്. ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ എന്താ വിചാരിക്കുന്നത്? ഇനി എന്താ പ്രശ്നം? ഇതൊക്കെ അതല്ലേ ഈ പയ്യനെ കൊന്ന ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് അടിച്ചു കൊന്ന പ്രശ്നമില്ല. അവൻ പറയാണ് കൂട്ടത്തിൽ അടിച്ചു കൊല്ലാടാ, ഒരു കുഴപ്പമൊന്നുമില്ല. അതെ ഒരുത്തനെ കൊല്ല ആണെന്ന് കുഴപ്പമില്ല. എന്തോ പൂച്ചയും പട്ടിയാൻ പോലും കൊന്നു കഴിഞ്ഞാൽ മേനകാന്തി ഇടപെടും. മനുഷ്യനെ കൊല്ലുന്നതാണ് അവിടെ കുഴപ്പമില്ലാത്തത്. അത്രയും മൈൻഡ് സെറ്റിലേക്ക് അവിടെ വന്നു. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വടിയെടുത്ത് അടിക്കുമ്പോഴും കമ്പി എടുത്ത് അടിക്കുമ്പോഴും ആലോചിക്കും, ഇവിടെ കമ്പിയൊന്നും എടുക്കല്ലേ, ചുമ്മാ വല്ലതും പറ്റുവേ, കൈകൊണ്ടൊക്കെ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ പോലും ഒന്ന് ഉള്ളിൽ പേടിയുണ്ട്. അഥവാ ഇടിച്ച് ആഘാതം കൂടിപ്പോയി കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പം പോയിരുന്നിട്ട് എന്തെങ്കിലും പറ്റിയോടെന്ന് വെച്ചാൽ നമ്മൾ കരയും.
ഞാനൊക്കെ പണ്ട് അടി ഉണ്ടാക്കിയ സമയത്ത് നമ്മളാ ഇടി അറിയാതെ കണ്ടൊരു കൂട്ടുകാരനെ കണ്ണി കൊണ്ടപ്പോൾ ഞാനും ഇവിടെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. നമ്മൾ ദേഷ്യം കൂടി ക്രിക്കറ്റ് കളിക്കിടയ്ക്ക് അടി ഉണ്ടായതാണ്. പക്ഷേ ഇടി ഞാൻ അവൻ്റെ കണ്ണിലെന്തോ കൊണ്ടപ്പോഴത്തേക്ക് എനിക്കും ടെൻഷനായിട്ട് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സന്ദർഭം. നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇന്ന് ഒരുത്തനെ അവൻ്റെ കണ്ണ് പോയണമെന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത്. അങ്ങനെ ഒരുത്തനെ പരീക്ഷ എഴുതിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ ഇവനെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് അവൻ എന്ത് സന്ദേശമാണ് അവന് കിട്ടുന്നത്? സൗദിയിൽ 3 പേര് മയക്കുമരുന്ന് വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി. അപ്പോൾ അവിടെ മയക്കുമരുന്ന് നിൽക്കുന്നവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? അവൻ ആലോചിക്കത്തില്ലേ, ഇത് പ്രശ്നമോ തലവെട്ടും, അല്ലെങ്കിൽ ദുബായ് പിടിച്ചാൽ തലവെട്ടും. എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഭയമുണ്ടാവുന്നു, ഈ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഭയമുണ്ടാവുന്നു. ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകൾ. പിന്നെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുകിടക്കാൻ പോറ്റുവാണ്. പിന്നെ എവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക? ഇപ്പൊ തന്നെ ഇന്നലെ രാവിലെ ഒരു വടിവാളം കൊണ്ട് കാറിൽ വെട്ടിയിട്ട് ഒരാൾ നടന്നു കൊണ്ടായിരുന്നു, പട്ടാപ്പകൽ തന്നെ. അപ്പോൾ അതിനകത്ത് വരുന്ന കമൻസൊക്കെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കില്ലെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് നിയമം പരിഷ്കരിക്കണം, വിദ്യാഭ്യാസ സിസ്റ്റം പരിഷ്കരിക്കണം. വിദ്യാഭ്യാസ രീതിയൊക്കെ ഏത് കാലത്തുള്ളതാണ്? ഇപ്പോഴും പോയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ ഏതാണ്ട് 2003-2004 വരെയൊക്കെ ഉള്ള സിസ്റ്റം തന്നെ അതിൻ്റെ ചെറിയ വകഭേദങ്ങളൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നൊന്ന് പഠിപ്പിക്കൂ. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഈ രാജ്യം ഇവിടെ നിന്ന് പുറത്തു അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ നിങ്ങൾ പെരുമാറണം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. വിദ്യാഭ്യാസ സിസ്റ്റം അതാ ഞാൻ പറഞ്ഞിട്ട് അതിന് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി. ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മേൽത്തളത്തിൽ നല്ല തീരുമാനം എടുക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും സ്കൂളിൽ തീരുമാനം എടുക്കാൻ പറ്റൂ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു കളക്ടർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പം അതിന് ആദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവണ്ടേ? അല്ലെങ്കിൽ ഞാനതാ പറഞ്ഞു, ചുക്കേതാ ചുണ്ണാമ്പേതാ തിരിച്ചറിയാനുള്ള ബോധം വേണ്ട. ഒരാളിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക, അത് മനസ്സിലായെങ്കിലല്ലേ ശരി അത് കൊള്ളാവുന്നൊരു പരിപാടിയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ, നമ്മൾ ആട് നന്നാവണം എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണ്ടേ? കുട്ടികളെ കയ്യിൽ കുട്ടിക്കാലം തൊട്ടേ വടിയും എടുത്തു കൊടുത്ത് അക്രമവും കാണിച്ച് കുട്ടികളെ ക്രിമിനലാക്കി മാറ്റുന്ന പണി. എനിക്ക് പണ്ട് തൊട്ടേ ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തോടൊക്കെ പണ്ട് തൊട്ടേ വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. കാര്യം തലച്ചോറുദിച്ചിട്ടില്ലാത്ത പ്രായത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷം, വിപ്ലവം എന്ന് പറയുന്ന വിഷം കുത്തിവെച്ച് കൊടുത്ത് ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നതിന് പോലെ തന്നെയാണ് ഇതെല്ലാം. MDMA കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും. ഇതെല്ലാം സമമാണ്. കാരണം ഈ തലച്ചോറ് നശിച്ചു പോവാണ്, അവനറിയില്ല. ഇത് ആര് ചെയ്താലും കേട്ടോ, ഇത് SFI കാരൻ ചെയ്താലും, ഇത് RSS കാരൻ ചെയ്താലും, ഇത് കോൺഗ്രസ്സുകാരൻ ചെയ്താലും, ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഏത് ഒരു കാരണവശാലും തലച്ചോറ് ഉദിക്കാത്ത പ്രായത്തിൽ ഒരു തരം വിഷങ്ങളും സ്വയം ചിന്തിച്ച് ബോധ്യപ്പെടണം. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് സ്വയം ബോധ്യപ്പെട്ട് വരുന്നൊരു കാലത്ത് വരെ മാത്രമേ ഇവർക്ക് ഇതൊക്കെ എത്താവൂ. ഇതെല്ലാം ഓരോ രീതിയിലും നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റേതൊക്കെ ഒരു